പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി. ആധുനിക തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിനും നിർണായകമായ പങ്കുണ്ട്. ഒരു സാധാരണ പാരഡി ഗാനത്തിന് പോലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് തരംഗമായ പോറ്റിയെ കേറ്റിയെ എന്ന ഗാനം. ഗാനത്തിന്റെ ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനം പുറത്തിറങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായ ഈ ഗാനം വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഈ ഗാനം ജനപ്രീതി തിരിച്ചറിഞ്ഞ UDF നേതാക്കളും പ്രവർത്തകരും ഇതിനെ ശക്തമായ ഒരു പ്രചാരണായുധമാക്കി മാറ്റി. അവരുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളിലും ഓൺലൈൻ പ്രവർത്തനങ്ങളിലും ഈ ഗാനം സ്ഥിരമായി ഇടം പിടിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഈ പാരഡി ഗാനം തങ്ങൾക്ക് ചില്ലറ തലവേദനയല്ല ഉണ്ടാക്കിയതെന്ന് CPM പ്രവർത്തകർ തന്നെ സമ്മതിച്ചു. പാർട്ടിയുടെ പ്രകടനത്തെ ഇത് പ്രതികൂലമായി വാദിച്ചുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ ഈ ഗാനം സൃഷ്ടിച്ച ആഘാതത്തെക്കുറിച്ചുള്ള ഈ തിരിച്ചറിവാണ് അതിനെതിരായ CPMന്റെ ഔദ്യോഗികവും സംഘടിതമായ നീക്കങ്ങളിലേക്ക് നയിച്ചത്. തിരഞ്ഞെടുപ്പ് സമയത്ത് ഗാനത്തിന്റെ സ്വാധീനം നിശബ്ദമായി നേരിട്ട ശേഷം നേതൃത്വം ഒരു സജീവവും ഔദ്യോഗികമായ പ്രതിരോധത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. ഗാനത്തിനെതിരെ DGPക്ക് പരാതി നൽകിയതോടെയാണ് പാർട്ടി അതിന്റെ ഔദ്യോഗിക എതിർപ്പ് വ്യക്തമാക്കിയത്. പരാതി നൽകിയ വ്യക്തിക്ക് CPMുമായി നേരിട്ട് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പാർട്ടി നേതാക്കൾ തന്നെയാണ് ഈ വിഷയത്തിൽ പരസ്യമായി രംഗത്തിറങ്ങിയത്. ആദ്യം AA റഹീം അല്ലെങ്കിൽ AA റഹീം MP ആണ് ഗാനത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത്. അപ്പോൾ CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാമിന്റെ ഏറ്റവും പുതിയ പ്രതികരണത്തോടെ പാർട്ടി വിമർശനം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ്. മൈക്ക് അനൗൺസ്മെന്റുകളിൽ പോലും മതപരമായ ശരണം വിളി മന്ത്രങ്ങൾ നിറയ്ക്കാൻ UDF ശ്രമിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു. വിശ്വാസത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്തു എന്നായിരുന്നു AA റഹീമിന്റെ പ്രധാന വിമർശനം. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാട്ട് വികലമാക്കിയത് ശരിയായില്ല എന്ന് മുൻ MLA കൂടിയായ രാജു എബ്രഹാം അഭിപ്രായപ്പെട്ടു. മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്നും ഒരു ഗാനത്തെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി അനുചിതമായി ഉപയോഗിച്ചു എന്നുമുള്ള വാദങ്ങളിലാണ് CPM നേതൃത്വം പ്രധാനമായും ഊന്നിയത്. എന്നാൽ CPMന്റെ ഒരു ഔദ്യോഗിക നിലപാടിന് വിപരീതമായ പ്രതികരണമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും ഉയർന്നു വന്നത്. ഈ വിവാദത്തിൽ പൊതുജനാഭിപ്രായത്തിന് നിർണായകമായ സ്ഥാനമുണ്ട്. സാധാരണക്കാരുടെയും ഭക്തരുടെയും പ്രതികരണങ്ങൾ CPMലെ വാദങ്ങളെ നേരിട്ട് ചോദ്യം ചെയ്യുകയും പാർട്ടിക്കെതിരായ ഇരട്ടത്താപ്പ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനമിടുകയും ചെയ്തു. CPM നേതാക്കൾ ആരോപിക്കുന്നത് പോലെ അധിക്ഷേപകരമായി ഈ ഗാനത്തെ കാണുന്നില്ലെന്നാണ് ഭക്തരുടെ പൊതുവായ അഭിപ്രായം. വിശ്വാസി സമൂഹം തന്നെ ഈ ഗാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. പാരഡി ഗാനത്തെക്കാൾ യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുജനം CPMനോട് പല നിർണായക ചോദ്യങ്ങളും ഉന്നയിക്കുന്നു. മോഷണം നടത്തിയിട്ടും മിണ്ടാതിരുന്നവർ എന്തിനിപ്പോൾ പാട്ടിനെതിരെ തിരിയുന്നു? കുറ്റക്കാർക്കെതിരെ CPM എന്ത് നിലപാട് സ്വീകരിച്ചു? CPM ബന്ധം തെളിഞ്ഞിട്ടും എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുത്തില്ല? സ്ത്രീകളെ കയറ്റിയപ്പോൾ ഭക്തരുടെ വേദന ഇക്കൂട്ടർ കണ്ടില്ലേ? ഈ ചോദ്യങ്ങൾക്ക് പുറമെ വോട്ട് ചോദിച്ച് വിളിച്ച ഒരു CPM പ്രവർത്തകനോട് ആദ്യം ശബരിമലയിലെ കട്ട മുതൽ തിരിച്ചുവെക്കുകയെന്ന് സാധാരണക്കാരൻ പ്രതികരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതും പൊതുവികാരത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു. ചരിത്രപരമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായി വാദിച്ചിരുന്ന CPM സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ആ നിലപാട് എവിടെ പോയി എന്ന് പൊതുസമൂഹം ചോദിക്കുന്നു. കമ്പ്യൂട്ടറിനെതിരെ നടത്തിയ സമരം പോലുള്ള മുൻകാല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇത് CPMന്റെ സ്ഥിരം ഇരട്ടത്താപ്പ് നയത്തിന്റെ ഭാഗമാണെന്ന് വിമർശനം ശക്തമാണ്. ഈ ആരോപണങ്ങളെ നേരിടാൻ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും എതിരാളികളെ പ്രതിക്കൂട്ടിലാക്കാനുമുള്ള ശ്രമങ്ങളാണ് CPM ഇപ്പോൾ നടത്തുന്നത്. വിമർശനങ്ങൾ നേരിടുമ്പോൾ എതിരാളികളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ട് ഒരു പ്രതിരോധ ആഖ്യാനം രൂപപ്പെടുത്തുക എന്നത് ഒരു രാഷ്ട്രീയ തന്ത്രമാണ്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ CPM നടത്തുന്നതും ഇതേ ശ്രമമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോൺഗ്രസുമായി ശക്തമായ ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ CPMും പാർട്ടി പത്രമായ ദേശാഭിമാനിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പോറ്റി, സോണിയാഗാന്ധി, ആന്റോ ആന്റണി MP, അടൂർ പ്രകാശ് MP എന്നിവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇതിനായി അവർ പ്രചരിപ്പിക്കുന്നത്. CPMന്റെ പ്രചാരണത്തിന് വിരുദ്ധമായി പോറ്റിക്ക് CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് പാർട്ടിയുടെ വാദങ്ങളുടെ മുനയൊടിച്ചു. പാർട്ടി പത്രമായ ദേശാഭിമാനി പോറ്റിയുടെ കോൺഗ്രസ് ബന്ധം ആരോപിച്ച് വലിയ വാർത്തകൾ നൽകിയപ്പോൾ മുഖ്യമന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം തെളിയിക്കുന്ന ചിത്രങ്ങളും വസ്തുതകളും തന്ത്രപരമായി തമസ്കരിച്ചു. ചുരുക്കത്തിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഒരു ആഖ്യാനം നിർമ്മിക്കാനും മറ്റൊന്ന് ഇല്ലാതാക്കാനുമുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. പോറ്റിയെ കേറ്റിയെ വിവാദം ഒരു പാരഡി ഗാനത്തിന്റെ തലത്തിൽ ഒതുങ്ങുന്നില്ല.
ഇത് കേരളത്തിലെ സജീവമായ രാഷ്ട്രീയ ഭൂമികയിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, രാഷ്ട്രീയ ഇരട്ടത്താപ്പ്, മാധ്യമങ്ങളെ ഉപയോഗിച്ചുള്ള പ്രചാരണ തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു നിർണായക പഠനമായി മാറിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാക്കി എന്ന ഒറ്റ കാരണത്താൽ ഈ പാർട്ടി ഗാനത്തിനെതിരെ പാർട്ടി സംവിധാനം ഒന്നടങ്കം രംഗത്തിറങ്ങുന്നത് മതവികാരങ്ങളെ മാനിക്കുന്നതിനപ്പുറം രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള ഒരു തന്ത്രമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. കൈവിട്ടുപോയ ഒരു രാഷ്ട്രീയ ആഖ്യാനത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ ഡിജിറ്റൽ യുഗത്തിൽ മറുചിത്രങ്ങളും മറുവാദങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുമെന്ന യാഥാർത്ഥ്യം CPM പ്രതിരോധ ശ്രമങ്ങളെ കൂടുതൽ ദുർബലമാക്കുന്നു.